ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ പരന്ന സുഗന്ധം എന്ന തുടർക്കഥയാണ്. അതിൻ്റെ 23-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും ഒക്കെ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക, വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടട്ടെ അല്ലേ. നമ്മൾ നോവലിലേക്ക് പോയാലോ? അവളും തള്ളയും കൂടി പാഞ്ഞു വരട്ടെ. അതിനെന്താ, ആ കല്യാണം മുടങ്ങിയാൽ മതിയല്ലോ. വന്നാൽ തന്നെ ഈ ഗേറ്റിനുള്ളിലേക്ക് കയറ്റത്തില്ലേ നമ്മൾ. കുറച്ച് ധൈര്യം കാണിക്കേണ്ടി വരും. എന്നാലും ആ പെണ്ണിൻ്റെ കല്യാണം മുടങ്ങണം. ആ ഡോക്ടർ പയ്യനെ അവൾക്ക് കിട്ടരുത്. ചേച്ചിക്ക് പോകാമോ അമ്പലപ്പുഴയ്ക്ക്? ജയശ്രീ ചോദിച്ചു. ഞാൻ പോകാം, എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷേ നമ്മൾ രണ്ടുപേരും കൂടി പോകുന്നത് നല്ലത്. അപ്പോൾ അവൾക്ക് കൂടുതൽ വിശ്വാസം വരും. ഞാനും വരാം, പക്ഷെ കാര്യങ്ങൾ സംസാരിക്കാൻ ചേച്ചിയെ മിടുക്കി, ജയശ്രീ പറഞ്ഞു. ഞാൻ സംസാരിച്ചോളാം, നിൻ്റെ കൂടെ വന്നാൽ മാത്രം മതി. രാഹുലിനെ കൂടി കൊണ്ടുപോകണം, അവനല്ല വീടറിയൂ, വിജയലക്ഷ്മി പറഞ്ഞു. അവൻ വരട്ടെ, സംസാരിക്കാം. വെച്ച് നീട്ടരുത്. നാളെയോ മറ്റന്നാളോ പോകണം. ചെയ്യാനുള്ളത് എത്രയും നേരത്തെ ചെയ്യണം, അതാണ് ബുദ്ധി. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ വന്നത്. ബൈക്കിൽ ശബ്ദം കേട്ട് ജയശ്രീ ചെന്ന് വാതിൽ തുറന്നു. അവൻ കയറി വന്നപ്പോൾ അവൾ ഉള്ളിലേക്ക് ശ്വാസമൊന്നും എടുത്തു നോക്കി. ഇല്ല, ഇന്ന് കുടിച്ചിട്ടില്ല. രാഹുൽ മോൻ ഇവിടെ ഇരിക്കി, വിജയമ്മച്ചിക്ക് ഒരു കാര്യം പറയാനുണ്ട്. സ്നേഹപൂർവ്വം വിജയമ്മച്ചി അവനോട് പറഞ്ഞു. എന്തോ കാര്യം കാണാനുള്ള അടവാണ് ഈ സ്നേഹപ്രകടനമെന്ന് അവന് തോന്നാതിരുന്നില്ല. എങ്കിലും അവൻ അവരുടെ അടുത്ത് ചെന്ന് സെറ്റിയിലിരുന്നു. ഗാഥയുടെ കൂട്ടുകാരൻ ആ ഡോക്ടർ പയ്യൻ്റെ പേരെന്താ അവനെ? സൂരജ്. കാര്യം മനസ്സിലായില്ലെങ്കിലും അവൻ പറഞ്ഞു. അവൻ അവളെ കല്യാണം കഴിക്കും. അതാണല്ലോ അവൾക്ക് ഇത്ര അഹങ്കാരം, വിജയലക്ഷ്മി പറഞ്ഞു. അതിനാണ് സാധ്യത. എന്തെങ്കിലും ചെയ്യട്ടെ, അതിന് നമുക്കെന്താ? അവൻ്റെ പ്രതീക്ഷകളെല്ലാം മുരടിച്ചു പോയിരുന്നു. അത് നടക്കരുത്, നമ്മൾ നടത്തത്തില്ല, വിജയലക്ഷ്മി പറഞ്ഞു. നിങ്ങളിവിടെ ഇരുന്നുകൊണ്ട് എന്തു ചെയ്യുന്ന? പരിഹാസത്തോടെ അവൻ ചോദിച്ചു. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വൈകാതെ നിനക്ക് മനസ്സിലാവും മോനെ. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. എന്നെ നിൻ്റെ അമ്മയും അമ്പലപ്പുഴയിൽ അവൻ്റെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകണം. അവൻ്റെ തള്ളയോട് ഞങ്ങൾക്കൊന്ന് സംസാരിക്കണം. രാഹുലൊന്ന് ഞെട്ടി. കൊള്ളാം, നല്ല കാര്യം. വേറെ ആളിനെ നോക്കിയാൽ മതി, എന്നെ കിട്ടത്തില്ല. അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. പോകാനായി അവൻ എഴുന്നേറ്റു. ഇരിക്കും മോനെ, നീ ആ വീട്ടിലേക്ക് വരണ്ട. എൻ്റെ അടുത്ത് വരെ ഞങ്ങളെ കൊണ്ടുവന്ന് വിട്ടാൽ മതി. അവൻ്റെ അമ്മയോട് ഞങ്ങളെ സംസാരിച്ചോളാം. നീ കുറച്ച് മാറിയിട്ട് കാറിലിരുന്നാൽ മതി. അതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് രാഹുലിന് തോന്നി. ആ വീടിൻ്റെ പടി കയറി ചെന്നാലേ അപകടമുള്ളൂ. ഞാൻ കൊണ്ടുവിടാം. പക്ഷെ നിങ്ങൾ അവിടെ ചെന്ന് എന്ത് സംസാരിക്കാനാണ് പോകുന്നത്? അവൻ ചോദിച്ചു. കണ്ടവന്മാരുടെ കൂടെ നാട് ചുറ്റി നടക്കുന്ന ഒരുത്തിയുടെ മോളെ കല്യാണം കഴിക്കാൻ കുടുംബത്ത് പിറന്ന ഏതെങ്കിലും ഒരു ചെറുക്കം വരുവാടാ, വിജയലക്ഷ്മി ചോദിച്ചു. അന്തസ്സില്ലാത്ത കുടുംബക്കാർ വന്നാലോ? വിജയലക്ഷ്മിയും ജയശ്രീയും ഒന്ന് പകച്ചു. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ ആ വീടൊന്ന് കാണിച്ചു തന്നാൽ മതി, വിജയലക്ഷ്മി പറഞ്ഞു. ഞാൻ കൊണ്ടുവന്ന് വിടാം, പക്ഷെ അവിടുന്ന് നാണം കെട്ട് ഇറങ്ങിപ്പോരാൻ കൂടി തയ്യാറായിട്ട് വേണം പോകാൻ, രാഹുൽ മുന്നറിയിപ്പ് കൊടുത്തു. നീ നോക്കിക്കോ, ആ സ്ത്രീ മോനെ കൊണ്ട് അവളുടെ മോളെ കല്യാണം കഴിപ്പിക്കത്തില്ല, ആത്മവിശ്വാസത്തോടെ വിജയലക്ഷ്മി പറഞ്ഞു. നാളെ പോകാൻ പറ്റുമോടാ? ജയശ്രീ ചോദിച്ചു. നാളെയും മറ്റന്നാളും പറ്റത്തില്ല, അത് കഴിഞ്ഞാൽ പോകാം, രാഹുൽ ഏറ്റു. അത് മതി, ഈ ആഴ്ച തന്നെ പോകണം. രാഹുൽ എഴുന്നേറ്റ് അവൻ്റെ മുറിയിലേക്ക് പോയി. വിജയലക്ഷ്മിയും ജയശ്രീയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. സേതുമാധവൻ ഓഫീസിലിരിക്കുമ്പോഴാണ് സുരഭിയുടെ കോൾ വന്നത്. എന്താ സുരഭി? അയാൾ കോൾ എടുത്തു. ഇന്ന് വൈകുന്നേരം സൂര്യനെ കാണാമെന്നല്ലേ പറഞ്ഞത്? അവൾ ചോദിച്ചു. അതെ, സിറ്റിയിൽ ആരെയോ കാണാൻ സൂരജ് വരുന്നുണ്ട്. തിരിച്ചു പോകും മുമ്പ് ഓഫീസിലും വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം അത് സേതുവിൻ്റെ അഭിപ്രായം എന്ന മട്ടിൽ അവതരിപ്പിച്ചാൽ മതി. ഞാനോ അല്ലെങ്കിൽ ഗാഥയോ ഇതറിഞ്ഞ കാര്യമല്ല. അങ്ങനെ അവതരിപ്പിക്കാവൂ. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അത്ര അനുകൂലമല്ലാത്ത മറുപടിയാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ പരസ്പരം ഫേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതെനിക്കറിയാം സുരഭി. സൂരജിൻ്റെ മറുപടി പോസിറ്റീവായിരിക്കും, എനിക്കതിൽ സംശയമൊന്നുമില്ല. സേതുവിൻ്റെ നാവ് പൊന്നായിരിക്കട്ടെ. ഗാഥയ്ക്ക് അവനെ വലിയ ഇഷ്ടമാണ്. കിട്ടിയില്ലെങ്കിൽ അതൊരു വലിയ സങ്കടമാവും. പക്ഷേ എന്തു വന്നാലും സഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, സുരഭി പറഞ്ഞു. എന്തായാലും സൂരജ് വരട്ടടോ, അത് കഴിഞ്ഞ് വിളിക്കണേ. വിളിക്കാം,
സേതുമാധവൻ കോൾ കട്ട് ചെയ്തു. എന്തിനാണ് സുരഭി ഇത്ര പരിഭ്രമിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. കാണാൻ ഭംഗിയുള്ള കുട്ടിയാണ് ഗാഥ. ഡോക്ടറാണ്, നല്ല കുടുംബമാണ്, ആവശ്യത്തിന് സ്വത്തുണ്ട് വീട്ടിൽ. പിന്നെന്തിന് അവർ താല്പര്യമില്ല എന്ന് പറയണം? സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങളും പുരുഷന്മാരെക്കാൾ ടെൻഷൻ കൂടുതലായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ആ സമയത്ത് അവരിൽ ഹോർമോൺ പ്രൊഡക്ഷൻ്റെ അളവ് കൂടുതലാവുന്നത് കൊണ്ടാണ്. സൂരജ് വരട്ടെ, കളിയായിട്ട് ചോദിക്കാം. ഡോക്ടറായതുകൊണ്ട് അവൻ അറിയാമായിരിക്കുമല്ലോ. അല്പനേരം കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ സൂരജിൻ്റെ വിളി വന്നു. അങ്കിളെ, ഞാനിപ്പോൾ പേരൂർക്കടയിൽ വന്നു. അരമണിക്കൂർ കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്രീ ആവും. അങ്കിൾ എവിടെയാണിപ്പോൾ? ഞാൻ ഓഫീസിലുണ്ട്. സൂരജ് നേരെ ഇങ്ങോട്ട് വരും. ഓക്കെ, ഞാൻ വരാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സൂരജ് വന്നത്. ഭയങ്കര ട്രാഫിക്ക്. വൈകുന്നേരം ആയതുകൊണ്ടാവോ? അങ്കിളിനെ വെയിറ്റ് ചെയ്ത് ബോറടിച്ചോ? സേതുമാധവൻ്റെ ക്യാബിനിലേക്ക് കയറി വന്നുകൊണ്ട് സൂരജ് ചോദിച്ചു. ഏയ്, എനിക്കിവിടെ അത്യാവശ്യം ജോലികളുണ്ടല്ലോ. ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ മിക്ക ദിവസവും 6:30 അല്ലെങ്കിൽ 7 മണിയാവും. സേതുമാധവൻ പറഞ്ഞു. നല്ല ഓഫീസ്, ഇങ്ങനെയുള്ള സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യാൻ നല്ല സുഖമായിരിക്കും. മതിപ്പോടെ അവൻ പറഞ്ഞു. പേരൂർക്കടയിൽ എന്തായിരുന്നു പ്രോഗ്രാം? പ്രോഗ്രാം ഒന്നുമില്ല അങ്കിളെ. എൻ്റെ സീനിയറായി പഠിച്ച ഫ്രണ്ടിൻ്റെ കല്യാണമാണ് നാളെ. മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ചെന്ന് കണ്ട് ഒന്ന് വിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത കൊല്ലം വേണമെങ്കിൽ സൂരജനും കല്യാണം കഴിക്കാമല്ലേ? തമാശ മട്ടിൽ സേതുമാധവൻ ചോദിച്ചു. ഞാൻ കല്യാണത്തെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല അങ്കിളെ. തീരുമാനിക്കാൻ സമയമുണ്ടല്ലോ. എന്നാലും ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല, സൂരജ് ചിരിച്ചു. എന്നോട് പറയും എന്തിനാണ് ഇത്ര മടി? ഗാഥയും സൂരജും തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല കുട്ടിയാട്ടോ അവള്. പെട്ടെന്ന് സൂരജിൻ്റെ മുഖം മങ്ങി. സേതുമാധവൻ അത് ശ്രദ്ധിച്ചു. എന്താ സൂരജ്? ഗാഥ നല്ല കുട്ടിയാണ്, എനിക്കവളെ ഇഷ്ടമാണ്. പക്ഷേ എന്താണൊരു പക്ഷേ? മറുപടി പറയാതെ സൂരജ് മുഖം കുനിച്ചിരുന്നു. അധ്യായം 13. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ സൂരജിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് വിട്ടേക്കാം. നോ പ്രോബ്ലം. മറുപടി പറയാതെ ഇരിക്കുകയായിരുന്നു സൂരജ്. ബുദ്ധിമുട്ടൊന്നുമില്ല അങ്കിളെ. അങ്കിൾ ചോദിച്ച കാര്യത്തിൽ അനുകൂലമായ ഒരു മറുപടി തരാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ്, സൂരജ് പറഞ്ഞു. ഉടനെ ഒരു മറുപടി വേണ്ടടോ, ആലോചിച്ചിട്ട് മതി. പക്ഷെ ഞാനിപ്പോൾ ഇക്കാര്യം സംസാരിക്കാനൊരു കാരണമുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കില്ലായിരുന്നു. എന്താ അങ്കിളെ കാരണം? സൂരജ് അറിയാൻ ആകാംക്ഷയായി. സൂരജിനെ പരിചയപ്പെട്ടപ്പോൾ ദേവികയ്ക്കൊരു ഐഡിയ. ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടി ബാംഗ്ലൂരിൽ മെഡിസിനിൽ ഫൈനൽ ഇയറിലാണ്. ആ പെൺകുട്ടിക്ക് വേണ്ടി സൂരജിനെ ഒന്ന് ആലോചിച്ചാലോ എന്ന്. സൂരജ് ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, ധൃതി വെക്കേണ്ട, സമയം വരുമ്പോൾ ആലോചിക്കാമെന്ന്. അങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. സൂരജയും ഗാഥയും ഏറ്റവും അടുത്ത ഫ്രണ്ട്സാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് തിരക്കിയിട്ട് മതിയെന്ന് വിചാരിച്ചിട്ടാണ്. സേതുമാധവൻ വിശദീകരിച്ചു. അങ്കിൾ പറഞ്ഞത് ശരിയാണ്. ഗാഥ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ്. പക്ഷെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അവളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോയെന്ന് എനിക്കറിയില്ല, സൂരജ് പറഞ്ഞു. ഞാൻ വേണമെങ്കിൽ ഗാഥയോട് സംസാരിക്കാം. അയ്യോ വേണ്ടങ്ങളെ, ആൾക്ക് വെറുതെ ഒരു ആശ കൊടുക്കണ്ട, സൂരജ് പെട്ടെന്ന് തടഞ്ഞു. അതെന്താ? എൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ അങ്കിളിന് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടു. അമ്മൂമ്മയും അമ്മയും കൂടിയാണ് എന്നെ വളർത്തിയത്. ഞങ്ങൾക്ക് വേറെ അടുത്ത ബന്ധുക്കളൊന്നുമില്ല. അതേക്കുറിച്ചൊക്കെ എനിക്കറിയാം. അമ്മൂമ്മ മരിച്ചതിന് ശേഷം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും കുടുംബശ്രീയിൽ പ്രവർത്തിച്ചൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. സേതുമാധവൻ മെല്ലെ തലകുലുക്കി. PG കഴിഞ്ഞാൽ ഞാൻ ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യും. അമ്മയ്ക്കതാണ് ആഗ്രഹം. ഞങ്ങൾ വെറും സാധാരണക്കാരാണ്. ഞാൻ സാധാരണക്കാരുടെ ഡോക്ടറായാൽ മതി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറുകയില്ല, വിദേശത്തേക്ക് പോകാനും പാടില്ല. ഐഡിയൽ ഡിസിഷനാണ്, സേതുമാധവൻ അഭിനന്ദനപൂർവ്വം പറഞ്ഞു. ഒരു സാധാരണ കുടുംബത്തിലെ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കുന്നതാണ് അമ്മയ്ക്കിഷ്ടം. അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെ ഗാഥയ്ക്കൊരു പ്രോമിസ് കൊടുക്കാൻ പറ്റും? ഒരേ ലെവലിലുള്ള കുടുംബങ്ങൾ തമ്മിലെ വിവാഹമൊന്നും പാടുള്ളൂ എന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ട്. അമ്മയുടെ ആ വിശ്വാസത്തിന് കഴമ്പില്ലെന്ന് പറയാൻ പറ്റില്ല. മേശയ്ക്ക് മുകളിലൂടെ സേതുമാധവൻ സൂരജിൻ്റെ കൈപിടിച്ച് കുലുക്കി. ജീവിതത്തെക്കുറിച്ചും
ഒരു ഉറച്ച തീരുമാനമുണ്ടാക്കുന്നത് നല്ലത് തന്നെയാണ്. സൂരജിനും അമ്മയ്ക്കും അതുണ്ട്. അഭിനന്ദനങ്ങൾ. പൊതുജനത്തിൻ്റെ നികുതി പണം ഉപയോഗിച്ചാണ് സർക്കാർ മെഡിക്കൽ കോളേജിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ പ്രയോജനം പൊതുജനങ്ങൾക്ക് കിട്ടുകയും വേണം. സൂരജ് അത് കേട്ട് പുഞ്ചിരിച്ചു. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്, സേതുമാധവൻ പറഞ്ഞു. അതെന്താണ്? സൂരജിന് അനുയോജ്യമായ പെൺകുട്ടി തന്നെയാണ് ഗാഥ. അങ്ങനെയല്ലെന്ന് സൂര്യന് തോന്നുന്നുണ്ടോ? ഇല്ല. ഒന്ന് ആലോചിച്ച ശേഷം അയാൾ മറുപടി പറഞ്ഞു. അങ്ങനെ തോന്നാത്തതിൻ്റെ കാരണം ഗാഥയും അവളുടെ അമ്മയും സൂരജിനെ അടുത്തറിയാവുന്നതുകൊണ്ടാണ്. രണ്ടുപേർക്കും സൂരജിനെ ഇഷ്ടമാണ്. സൂരജ് ഗാഥയെ വിവാഹം കഴിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സുരഭിയായിരിക്കും എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്കിൾ എന്താ ഉദ്ദേശിക്കുന്നത്? സ്വന്തം ഇഷ്ടം അമ്മയോട് തുറന്നു പറയണം. അമ്മയ്ക്ക് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അത് മാറ്റവും വേണം. സുരഭിയെയും ഗാഥയും കണ്ട് സംസാരിക്കാൻ അമ്മയ്ക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. പറ്റില്ലേ? ഞാൻ ശ്രമിക്കാം അങ്കിളെ. സൂരജ് സമ്മതിച്ചു. തിടുക്കൊന്നും വേണ്ട, സൗകര്യം പോലെ മതി. സൂരജും ഗാഥയും തമ്മിൽ ചേരേണ്ടവരാണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പക്ഷെ അമ്മ പറയുന്നത് മാത്രം അനുസരിക്കുക. കാരണം അമ്മയെ ഒരു തരത്തിലും ധിക്കരിക്കാൻ പാടില്ല. മനസ്സിലായി എന്നർത്ഥത്തിൽ സൂരജ് തലകുലുക്കി. നമ്മൾ തമ്മിൽ നടന്ന ഈ സംസാരം സുരഭിയോ ഗാഥയോ അറിയണ്ട. ഇത് നമ്മുടെ മാത്രം കാര്യമാണ്. ശരി അങ്കിളെ. സേതുമാധവൻ സമയം നോക്കി. മണി 7 നമുക്ക് പോയി വല്ലതും കഴിച്ചാലോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. പോകാം അങ്കിളെ. കോവളത്ത് പോയാൽ നല്ല സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല ഐഡിയ ആണ്. പക്ഷെ നമ്മൾ അവിടം വരെ പോയിട്ട് വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവില്ലേ? സൂരജ് ചോദിച്ചു. ശരിയാണ്. പോയിട്ട് വരുമ്പോഴേക്കും പിന്നെയും വിശക്കും. അന്നേരം കഴിക്കാൻ വേറെ സ്ഥലം നോക്കി പോകേണ്ടി വരും. സേതുമാധവൻ പറഞ്ഞു കേട്ട് സൂരജ് ചിരിച്ചു. നമുക്കൊരു ദിവസം ലഞ്ച് കഴിക്കാൻ കോവളത്ത് പോകാം. നമ്മുടെ നെറ്റ്വർക്കിലുള്ള ഹോട്ടലുകളുണ്ട് അവിടെ. ഗോപീഷ്ണനെയും കൂട്ടാം. എന്താ? ഞാൻ വരാം. സന്തോഷപൂർവ്വം സൂരജ് തലകുലുക്കി. ഞാനൊരു ഭക്ഷണപ്രിയനാണെന്ന് സൂരജിന് തോന്നുന്നുണ്ടോ? ചിരിയോടെ സേതുമാധവൻ ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നുമില്ല. പക്ഷെ രുചിയുള്ള ഭക്ഷണം ആർക്കാ ഇഷ്ടമില്ലാത്തത്? എന്നാലും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ്. തനി നാടൻ വിഭവങ്ങൾ. ഒരു ദിവസം സൂരജിൻ്റെ വീട്ടിൽ അതിഥിയായിട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്കിളിനെ ഞാൻ കൊണ്ടുപോകാം. അമ്പലപ്പുഴ അമ്പലത്തിലെ പാൽപ്പായസം വളരെ പ്രസിദ്ധമല്ലേ? അതും കഴിക്കാം, സൂരജ് പറഞ്ഞു. അന്യരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ? അങ്കിൾ എനിക്ക് അന്യനല്ലല്ലോ. അങ്കിളിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകും. അത് മതി. തൽക്കാലം നമ്മൾ ഭക്ഷിക്കാൻ പോകുന്നു. സിറ്റിയിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി അത്താഴം വാങ്ങിക്കൊടുത്തിട്ടാണ് സൂരജിനെ സേതുമാധവൻ യാത്രയാക്കിയത്. കവടയാറിലുള്ള ഫ്ലാറ്റിൽ ചെന്ന ശേഷം അയാൾ സുരഭിയെ വിളിച്ചു. സേതുവിൻ്റെ വിളി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. കോളെടുത്ത് അവൾ പറഞ്ഞു. എനിക്കറിയായിരുന്നു, അതല്ലേ വിളിച്ചത്. സൂരജ് വൈകുന്നേരം ഓഫീസിൽ വന്നിരുന്നു. കുറച്ച് മുമ്പാണ് തിരിച്ചു പോയത്, സേതുമാധവൻ പറഞ്ഞു. സംസാരിച്ചോ നമ്മൾ പറഞ്ഞ കാര്യം? ആകാംക്ഷയോടെ സുരഭി ചോദിച്ചു. ഉവ്വ്. അമ്മയുടെ മകനാണ് സൂരജ്. അമ്മ പറയുന്നത് മാത്രമേ അവൻ അനുസരിക്കൂ. അമ്മയോട് നമുക്ക് സംസാരിക്കാമല്ലോ, സുരഭി പറഞ്ഞു. അതെ, ഒരു ദിവസം ഞാൻ പോകുന്നുണ്ട് സൂരജിൻ്റെ വീട്ടിലേക്ക്. അവരുടെ ഫാമിലിക്ക് സമാനമായ ഫാമിലിയിൽ നിന്നുള്ള വിവാഹബന്ധം മതിയെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അത്രേ. ഡോക്ടറുടെ മകളാണ് ഗാഥ. അമ്മയാണെങ്കിൽ എൻജിനീയർ. അത്യാവശ്യം സ്വത്തുണ്ട് ഗാഥയ്ക്ക്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് സൂര്യന് സംശയം. സേതുമാധവൻ പറഞ്ഞു. നമുക്ക് ശ്രമിക്കാം സേതു. അതെ, എനിക്ക് പ്രതീക്ഷയുണ്ട്. മോളോട് തൽക്കാലം ഇതൊന്നും പറയണ്ട. ഇതുവരെ പെരുമാറിയതുപോലെ മാത്രമേ അവനോട് മനസ്സിലായി. അഥവാ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടന്നില്ലെങ്കിലും സൂരജിനോട് എനിക്ക് വെറുപ്പ് തോന്നുകയില്ല. മകനെപ്പോലെ തന്നെയായിരിക്കും അവൻ എനിക്കും. അതെ, എന്തു തന്നെയായാലും സൂരജ് നമ്മുടെ സൗഹൃദ വലയത്തിലുണ്ടാവും. അതെ, അങ്ങനെ തന്നെ വേണം. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സേതു. സേതുമാധവൻ കോള് കട്ട് ചെയ്തു. അങ്ങനെയൊക്കെ സുരഭിയോട് സംസാരിച്ചെങ്കിലും ഗാഥയ്ക്ക് സൂരജിനെ കിട്ടുകയില്ല എന്ന തോന്നൽ എന്തുകൊണ്ടോ അയാളുടെ മനസ്സിൽ ബലപ്പെട്ടു. സുശീലയുടെ സെറ്റുമുണ്ടും ബ്ലൗസും ഇസ്തിരി ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു രജനി. ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞിരുന്നു. എത്ര മണിക്കാണ് ചേച്ചി മീറ്റിംഗ്? അവൾ ചോദിച്ചു. 2:30 പോകണം. 3 മണിക്ക് തുടങ്ങുമെന്നാണ് ടീച്ചർ പറഞ്ഞത്. ടീച്ചറെന്ന് വെച്ചാൽ
CDS ചെയർപേഴ്സൺ. പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് 3 മണിക്ക് കുടുംബശ്രീയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ചേച്ചിക്ക് ഒരു സ്കൂട്ടർ മേടിച്ചൂടെ? ഇലക്ട്രിക് സ്കൂട്ടർ മതി. അതാകുമ്പോൾ പെട്രോൾ അടിക്കണ്ട, ചാർജ് ചെയ്താൽ മതി. നേരത്തെ വീട്ടിൽ നിന്നിറങ്ങാതെ കൃത്യസമയത്ത് എല്ലായിടത്തും ചെല്ലാം. രജനി പറഞ്ഞു. ഞാൻ സ്കൂട്ടർ വാങ്ങിക്കത്തില്ല. അതെന്താ, കാശില്ലാത്തതുകൊണ്ടാണോ? ലോണ് കിട്ടും. സൂരജ് മോനെ 2-3 മാസത്തിനുള്ളിൽ ജോലി കിട്ടത്തില്ലേ? മോൻ ലോൺ അടച്ചോളും. കാശില്ല എന്നതൊരു കാരണം. സ്കൂട്ടറിൽ സഞ്ചരിച്ചാൽ പൊണ്ണത്തടി വയ്ക്കും, പിന്നെ ഇല്ലാത്ത രോഗങ്ങൾ വരും. നിനക്കറിയാമല്ലോ, ദിവസം 5-6 കിലോമീറ്റർ ഞാനിപ്പോൾ നടക്കുന്നുണ്ട്, സുശീല പറഞ്ഞു. അത് നേരാ. ചേച്ചിയുടെ ബ്ലൗസിൻ്റെ അളവ് 4-5 വർഷമായിട്ട് ഒരു മാറ്റമില്ല. പൗർണമിയിലുള്ള മിക്ക പെണ്ണുങ്ങൾക്കും ബ്ലൗസ് തയ്പ്പിച്ച 3 മാസം കഴിയും മുമ്പ് തന്നെ അത് ഇറുക്കമാകും. അതുകൊണ്ടല്ലേ ഇപ്പോൾ എല്ലാവരും ചുരിദാറിലേക്ക് മാറിയത്, രജനി പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് വീടിൻ്റെ മുമ്പിലുള്ള ഗേറ്റിനുള്ളിലേക്ക് ഒരു സ്കൂട്ടർ വന്നു നിന്നത്. ഹെൽമറ്റ് ധരിച്ച് മെലിഞ്ഞ പൊക്കമുള്ളൊരു യുവതിയായിരുന്നു അത്. ആരാ രജനി? സുശീലയ്ക്ക് മനസ്സിലായില്ല. ഹെൽമറ്റ് തലയിൽ നിന്നെടുത്ത് സ്കൂട്ടറിൽ തൂക്കിയിട്ടിട്ട് അവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വന്നു. അയ്യോ, ഇത് നമ്മുടെ പുതിയ കൃഷി ഓഫീസറല്ലേ? ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, എനിക്ക് ചീരവിത്ത് എന്ന. അത്ഭുതത്തോടെ രജനി അവളെ തിരിച്ചറിഞ്ഞു. സെലീന ജോസ് അല്ലേ? പുഞ്ചിരിയോടെ കൃഷി ഓഫീസർ മുറ്റത്തേക്ക് കയറി വന്നു. സുശീലയും രജനിയും മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. സുന്ദരയായിരുന്നു കൃഷി ഓഫീസർ. ക്രിസ്ത്യാനികൾ നെറ്റിയിൽ പൊട്ടുകടവോ? കണ്ടിട്ട് ഒരു ഹിന്ദു കുട്ടിയെ പോലെ തന്നെ, സുശീല സംശയിച്ചു. ചേച്ചി ഇവിടെയാണ് താമസം? അവൾ പരിചിത ഭാവത്തിൽ രജനിയോട് ചോദിച്ചു. അല്ല സാറേ, 2 വീടുകൾക്കപ്പുറത്താണ്. ഇത് സുശീല ചേച്ചിയുടെ വീടാണ്. പൗർണമി കുടുംബശ്രീയുടെ CDS മെമ്പറാ, രജനി പറഞ്ഞു. നമസ്കാരം ആൻറ്റി, ഞാൻ പുതിയ അഗ്രികൾച്ചർ ഓഫീസറാണ്. കഴിഞ്ഞ 10-ാം തീയതിയാണ് ചാർജ് എടുത്തത്. നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളൊന്ന് കാണാനിറങ്ങിയതാണ്. എൻ്റെ പേര് ശ്രീ പാർവതി. അയ്യോ, ഇവിടെ വന്ന് പറഞ്ഞത് പുതിയ കൃഷി ഓഫീസർ സെലീന ജോസ് എന്നാണല്ലോ, അത്ഭുതത്തോടെ സുശീല പറഞ്ഞു. എൻ്റെ പേര് സെലീന എന്നാണ് ഞാൻ ചേച്ചിയോട് പറഞ്ഞോ? പുഞ്ചിരിയോടെ അവൾ രജനിയോട് ചോദിച്ചു. രജനി ഒന്ന് പരിങ്ങി. ഇല്ല, പക്ഷെ സാറിൻ്റെ മുറിയുടെ വാതിലിന് മുകളിൽ സെലീന ജോസ് എന്നാണ് ബോർഡ് കണ്ടത്, അവൾ പറഞ്ഞു. അത് കറക്റ്റ്. പുന്നപ്ര കൃഷിഭവനിലേക്ക് സെലീന ജോസിനെയും ഇവിടേക്ക് എന്നെയുമാണ് പുതിയതായി പോസ്റ്റ് ചെയ്തത്. നെയിം ബോർഡുകൾ വെച്ചപ്പോൾ പരസ്പരം മാറിപ്പോയി. അത് മനസ്സിലായപ്പോൾ 2 മാറ്റിവെച്ചു, അവൾ പറഞ്ഞു. സ്വദേശം വടശ്ശേരിക്കരയാണെന്ന് പറഞ്ഞതിൽ മാറ്റമൊന്നുമില്ലല്ലോ, ചിരിയോടെ രജനി ചോദിച്ചു. അക്കാര്യത്തിലൊരു മാറ്റമില്ല. ശരി, പാർവതി വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. വെയിലത്ത് വന്നല്ലേ, കുടിക്കാനും കൊണ്ടുവരാം. പെട്ടെന്ന് സുശീല ആതിഥ്യമര്യാദ ഓർത്തു. വേണ്ട ആൻറ്റി, ഇരിക്കാൻ സമയമില്ലേ? വീടും പരിസരവും കൃഷി ചെയ്യുന്ന സ്ഥലം മാത്രം ഒന്ന് കണ്ടാൽ മതി, ശ്രീ പാർവതി പറഞ്ഞു. കൃഷി ചെയ്യാൻ അധികം സ്ഥലമൊന്നുമില്ല. ഞങ്ങൾക്ക് വീട് നിൽക്കുന്ന ഉൾപ്പെടെ 22 സെൻറ്റ് സ്ഥലം മാത്രമാണ്, സുശീല പറഞ്ഞു. കൃഷി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ 1 സെൻറ്റായാലും മതി ആൻറ്റി. വീട്ടിലേക്ക് ദിവസം ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് വളർത്തിയെടുക്കാമല്ലോ. വീടിന് ചുറ്റുമുള്ള പറമ്പ് ഒപ്പം ചെന്ന് സുശീലയും രജനിയും കൂടി ശ്രീ പാർവതിക്ക് കാണിച്ചു കൊടുത്തു. നല്ല കായ്ഫലമുള്ള 7-8 തെങ്ങുകൾ, ഞാലിപ്പൂവനും നേന്ത്രവാഴകളും, കുറച്ച് കപ്പ, ചേമ്പ്, ചേന, കൂടാതെ അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറികളൊക്കെ. കൊള്ളാം ആൻറ്റി, ഞാൻ കാണാൻ പോയ ഒരു വീട്ടിലും ഇത്രയും നല്ല കൃഷിസ്ഥലം ഒന്നുപോലുമില്ല. നല്ല ആരോഗ്യമുള്ള ചെടികൾ, അഭിനന്ദനപൂർവ്വം ശ്രീ പാർവതി പറഞ്ഞു. സുശീലയ്ക്ക് തൃപ്തിയായി. പശു വളർത്തലില്ല, കോഴിയില്ല. പക്ഷേ ചാണകവും കോഴിക്കാട്ടമൊക്കെ സൗജന്യമായി കൊണ്ടുവന്ന് തരുന്നുണ്ട് അടുത്തുള്ളവർ, അവൾ പറഞ്ഞു. വടശ്ശേരിക്കര മലമ്പ്രദേശമാണ്. റബ്ബറും കൊക്കയും കുരുമുളകും ഒക്കെയാണ് അവിടുത്തെ പ്രധാന കൃഷികൾ. തീരദേശത്ത് വന്നപ്പോഴാണ് വൈവിധ്യമുള്ള കൃഷിയിനങ്ങൾ കണ്ടത്. ശ്രീപാർവതിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വെറുതെ എന്ന പോലെ സുശീല ചോദിച്ചു. അച്ഛനും അമ്മയും ഒരനുജനും. അച്ഛനും കൃഷിയാണ്. കൃഷിയുള്ള താല്പര്യം കൊണ്ടാണ് എന്നെ കൃഷി പഠിപ്പിക്കാൻ വിട്ടത്. അമ്മ വീട്ടമ്മയാണ്. അനിയൻ എൻജിനീയറിംഗ് പഠിക്കുന്നു. ശബരിമലയിൽ പോകുന്ന റൂട്ടല്ലേ വടശ്ശേരിക്കര? അതെ, പത്തനംതിട്ട ജില്ല. എനിക്കൊരു മോൻ മാത്രമേ ഉള്ളൂ. അവൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ PG ചെയ്യുന്നു. അതെയോ? അപ്പോൾ ആൻറ്റിയുടെ മോൻ ഡോക്ടറാണല്ലേ? മെഡിസിൻ പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആഗ്രഹം മാത്രം പോരല്ലോ, തലയിൽ അതിനനുസരിച്ചുള്ള ബുദ്ധിയും വേണ്ടേ? ശ്രീ പാർവതി പറഞ്ഞത് കേട്ട് സുശീലയും രജനിയും ചിരിച്ചു. ഞാൻ ഓഫീസിൽ നിന്നൊരു സ്റ്റാഫിനെ വിടാം ആൻറ്റി, ഇവിടുത്തെ മണ്ണിൻ്റെ സാമ്പിൾ എടുത്ത് പരിശോധിക്കാൻ.
മണ്ണിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അറിയാമല്ലോ. അതിനനുസരിച്ച് നമുക്ക് പോഷകങ്ങൾ കൊടുക്കണം. ചാണകവും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കൊക്കെ ഞങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ ചില മണ്ണുകളിൽ അമ്ലരസം കൂടുതലായിരിക്കും. അത് നമുക്ക് പരിശോധിക്കാം. തെങ്ങിൻ ചുവട്ടിൽ ചുവന്ന ചീരയുടെ തൈകൾ പൊടിച്ചു നിൽക്കുന്നത് രജനി കാണിച്ചു കൊടുത്തു. സാറ് തന്ന വിത്താണ്. വെരി ഗുഡ്. സമയം കിട്ടുമ്പോൾ ചേച്ചി വരണം, വേറെയും വിത്തുകൾ തരാം കേട്ടോ. വീട്ടിൽ ആദ്യമായി വന്ന ആളിനൊന്നും കൊടുക്കാതെ വിടുന്നതിൽ വലിയ വൈഷമ്യം തോന്നി സുശീലയ്ക്ക്. അപ്പോഴാണ് ഒരു കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. രജനി, ഊണുമേശയിൽ ഫാഷൻ ഫ്രൂട്ട് ഇരിപ്പുണ്ട്, അതെടുത്ത് കൊണ്ടുവന്ന് ശ്രീപാർവതിക്ക് കൊടുക്ക്. അതിൻ്റെ വള്ളികൾ പടർന്നു കിടക്കുന്നതും കായ പിടിച്ചതും കണ്ടിരുന്നു. ഫ്രൂട്ട് കിട്ടി തുടങ്ങിയോ? കൗതുകത്തോടെ ശ്രീപാർവതി ചോദിച്ചു. ആദ്യമായിട്ട് ഇന്ന് 4 എണ്ണം കിട്ടി, ഇനി എന്നും പഴങ്ങൾ കാണും. രജനി 4 പാഷൻ ഫ്രൂട്ട് ഒരു കടലാസ് കവറിൽ ഇട്ടുകൊണ്ടുവന്ന് ശ്രീപാർവതിക്ക് കൊടുത്തു. അവളത് തുറന്നു നോക്കി. താങ്ക്സ് ചേച്ചി, ഇത് ചുവന്നേനാണല്ലോ. ഒരെണ്ണം ഞാൻ വിത്തിനെ എടുക്കും, ബാക്കി 3 എണ്ണം ഇപ്പോൾ തന്നെ സാപ്പിടും. അവളെ സംസാരം കേട്ട് സുശീലിനും രജനിയും ചിരിച്ചു. സൗകര്യം കിട്ടുമ്പോഴൊക്കെ വരാം. ഇവിടെയുള്ള ഒരു സാധനം നോട്ടമിട്ടിട്ടാണ് ഞാൻ പോകുന്നത്. എന്താണെന്നിപ്പോൾ പറയുന്നില്ല. ശ്രീപാർവതി യാത്ര പറഞ്ഞ് സ്കൂട്ടറിൽ കയറിപ്പോയി. നല്ല മിടുക്കി അല്ലേ ചേച്ചി? രജനി ചോദിച്ചു. സുശീല മൂളിയതേ ഉള്ളൂ. നമ്മുടെ സൂരജ് മോനേക്കാൾ പ്രായം കുറവാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സുശീല അവളെ ഒന്ന് നോക്കി. അതിന് നമുക്കെന്താ? അല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. രജനി ഉദ്ദേശിച്ചത് എന്താണെന്ന് സുശീലയ്ക്ക് മനസ്സിലായി. താൻ പറഞ്ഞത് സുശീല ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് രജനിക്കും മനസ്സിലായി. നേരെ തിരുവല്ലയിൽ ചെന്നാൽ അവിടുന്ന് റാന്നി വഴി വടശ്ശേരിക്കരയ്ക്ക് എളുപ്പമല്ലേ ചേച്ചി? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ രജനി? അരിശം നടിച്ച് സുശീല ചോദിച്ചു. എൻ്റെ പൊട്ടബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി വാ, നല്ല വിശപ്പുണ്ട്, നമുക്ക് ചോറുണ്ണാം. രജനി വീട്ടിലേക്ക് കയറിപ്പോയി. ആലോചനയോടെ സുശീല പിന്നാലെ ചെന്നു. ഓർത്തോ വാർഡിൽ ഡ്യൂട്ടിയിലായിരുന്നു സൂരജ്. സമയം ഉച്ച കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് മറ്റൊരു PG സ്റ്റുഡൻ്റായ ഡോക്ടർ കിരൺ തിടുക്കത്തിൽ വാർഡിലേക്ക് വന്നത്. തന്നെ വട്ടവള സാർ അന്വേഷിക്കുന്നു, വേഗം ചെന്ന് കാണാൻ പറഞ്ഞു. അർജൻറ്റാണെന്ന് തോന്നുന്നു, ഡോക്ടർ കിരൺ പറഞ്ഞു. സാർ എവിടെയുണ്ട്? സൂരജ് ചോദിച്ചു. റൂമിലുണ്ട്. വാർഡിൻ്റെ ചാർജ് ഡോക്ടർ കിരണിനെ ഏൽപ്പിച്ചിട്ട് പ്രൊഫസർ സെബാസ്റ്റ്യൻ വട്ടവിളയുടെ റൂമിലേക്ക് സൂരജ് വേഗം നടന്നു. താഴത്തെ നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറി. പ്രൊഫസർക്ക് തന്നോട് പ്രത്യേക മമതയുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. താനുള്ള വിശ്വാസം കാരണമാകാതെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ എല്ലാം ഭംഗിയായി ചെയ്തിട്ടുള്ളത് കൊണ്ടാവാം ആ വിശ്വാസം വന്നത്. ഹാഫ് ഡോർ തുറന്ന് പ്രൊഫസർ വട്ടവിളയുടെ മുറിയിലേക്ക് സൂരജ് കയറി ചെന്നു. ഫോണിലായിരുന്നു അപ്പോൾ അദ്ദേഹം. സൂരജ് കാത്തുനിന്നു. കൊല്ലത്ത് നിന്നും ഒരു ആക്സിഡൻറ്റ് പേഷ്യൻറ്റിനെ ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ഒരു ജെറാൾഡ്, 45 ഇയേഴ്സ്, 1 മണിക്കൂറിനകം കൊണ്ടുവരും. എനിക്ക് അത്യാവശ്യമായിട്ട് ആറ്റിങ്ങൽ വരെ ഒന്ന് പോകണം. സൂരജ് പുള്ളിയെ അഡ്മിറ്റ് ചെയ്ത് എക്സാമിൻ ചെയ്യണം, എന്നിട്ട് എന്നെ വിളിക്കണം. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ഫോൺ സംഭാഷണം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ സാർ. മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടെന്നാണ് അറിഞ്ഞത്. റിബ്സ് 2 പൊട്ടിയിട്ടുണ്ട്. ലങ്സിൽ വൂണ്ടുണ്ടായിട്ടുണ്ടെന്നും തോന്നുന്നു. പ്രൊഫസർ പറഞ്ഞതെല്ലാം സൂരജ് ശ്രദ്ധാപൂർവം കേട്ടു. എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ കോൾ മീ. ഓക്കെ സാർ. പ്രൊഫസർ വട്ടവിള അപ്പോൾ തന്നെ പോയി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ ജെറാൾഡ് എന്ന പേഷ്യൻ്റ് ആംബുലൻസിലെത്തി. സൂരജ് അപ്പോൾ കാഷ്വാലിറ്റിയിലുണ്ടായിരുന്നു. പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഓർത്തോയിലേക്ക് മാറ്റി. രോഗിയെ വിശദമായി പരിശോധിച്ച് പ്രൊഫസറെ വിളിച്ച് അപ്പോൾ തന്നെ അറിയിച്ചു. വാട്ട് ഡു യു തിങ്ക്? അദ്ദേഹം അഭിപ്രായം ചോദിച്ചു. സർ, ഐ തിങ്ക് വി ഷുഡ് ഓപ്പറേറ്റ് ഹിം ടുഡേ ഇറ്റ് സെൽഫ്. ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ട്. ഓക്കെ, തിയേറ്റർ റെഡിയാക്കൂ. അറൗണ്ട് 7 ഞാൻ തിരിച്ചെത്തും, അദ്ദേഹം പറഞ്ഞു. സർജറിക്ക് വേണ്ടി തിയേറ്ററും അതുപോലെ തന്നെ പേഷ്യൻറ്റിനെയും സജ്ജമാക്കി കഴിഞ്ഞപ്പോഴാണ് സൂരജിനെ സുശീല വിളിച്ചത്. നീ ബിസിയാണോ മോനെ? ഇപ്പോൾ അല്ല, അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ 4-5 മണിക്കൂർ തിയേറ്ററിലായിരിക്കും, അയാളെ പറഞ്ഞു. എങ്കിലും ഞാൻ നാളെ വിളിക്കാം. അത് വേണ്ട, അമ്മ എന്തോ പറയാനാണ് ഇപ്പോഴെന്നെ വിളിച്ചത്. എനിക്ക് മനസ്സിലായി. എന്താ സംഭവം? സൂരജ് ചോദിച്ചു. അത് പിന്നെ വെറുതെ ഒരു കാര്യം അറിയാനാണ്. നീ കല്യാണം കഴിക്കുന്ന കുട്ടി ഡോക്ടർ തന്നെ ആയിരിക്കണമെന്ന് നിനക്ക് നിർബന്ധമുണ്ടോ? എന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? അല്ല, ഗവൺമെൻറ് സർവീസിലുള്ള ഓഫീസറാണ് കുട്ടിയെങ്കിൽ നീ സമ്മതിക്കുമോ? അമ്മയുടെ ചോദ്യത്തിന് പിന്നിൽ എന്തോ വ്യക്തമായ കാരണമുണ്ടെന്ന് സൂരജിന് പെട്ടെന്ന് മനസ്സിലായി. എന്താണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാൻ കഴിയാതെ അയാൾ നിന്നു.
അധ്യായം 14. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിലെ നീണ്ട ഇടനാഴിയിലൂടെ മൊബൈൽ ചെവിയോട് ചേർത്ത് പിടിച്ച് സൂരജ് മെല്ലെ നടന്നു. എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ അമ്മ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന വിഷയമല്ലത്. അമ്മേ, മറുപടിക്കായി സുശീല കാത്തിരിക്കുകയായിരുന്നു. എന്നറിയാവുന്നതുകൊണ്ട് സൂരജ് വിളിച്ചു. നിനക്ക് പറയാനുള്ളത് പറയടാ. എത്രയൊക്കെ ആലോചിച്ച് നടത്തിയാലും പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന ഒരു സംഭവമാണ് കല്യാണം. ശരിയല്ലേ? ആമുഖമായി അയാൾ ചോദിച്ചു. ശരിയാണ്, അതിനാണ് നമ്മൾ തലവിധി എന്നൊക്കെ പറയുന്നത്. സുശീല സമ്മതിച്ചു. എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലമ്മേ. അതെ, പക്ഷെ പരസ്പരം മനസ്സിലാക്കാൻ കഴിവുള്ളവരാണോ എന്ന് കാര്യം ഒന്നിച്ച് ജീവിച്ച് തുടങ്ങുമ്പോഴല്ലേ അറിയാൻ പറ്റൂ, സുശീല പറഞ്ഞു. എങ്കിലും അധ്യാപകനായ ഒരാൾ അധ്യാപികയെ കല്യാണം കഴിക്കുന്നതാണ് ഒരു നേഴ്സിനെ ഭാര്യയാക്കുന്നതിലും നല്ലത്. ജോലികൾ വിഭിന്നമാകുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായെന്ന് വരും. നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായി. ഭാര്യയായി വരുന്ന പെൺകുട്ടി ഡോക്ടറാണെങ്കിൽ കൂടുതൽ നല്ലത് അല്ലേ? ഓരോ ജോലികൾക്കും പരസ്പരം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, സൂരജ് പറഞ്ഞു. നിൻ്റെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇല്ലമ്മേ, ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും അമ്മ കണ്ടുപിടിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ എനിക്കൊരു തടസ്സമില്ല. അങ്ങനെയല്ല സൂരജ്, നിനക്ക് യോജിച്ച കുട്ടിയെ നീ തന്നെ കണ്ടുപിടിക്കൂ. എനിക്കൊരു സമ്മതമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നീ മറക്കരുത്. നീ കണ്ടുപിടിക്കുന്ന പെൺകുട്ടി നമ്മുടെ കുടുംബത്തിന് യോജിച്ച വീട്ടിൽ പിറന്നവളാവണം, സുശീല പറഞ്ഞു. എനിക്ക് യോജിച്ച ഒരു പെൺകുട്ടിയെ അമ്മ തന്നെ കണ്ടുപിടിച്ചാൽ മതി. അവളൊരു ഡോക്ടറായ നന്ന്. അല്ലെങ്കിൽ സാരമില്ല, അമ്മയുടെ ഇഷ്ടമാണ് പ്രധാനം. ശരി, നീ എന്നാണ് ഇനി ഇങ്ങോട്ട് വരുന്നത്? ഇവിടുത്തെ തിരക്കൊഴിഞ്ഞിട്ട് വരാൻ നോക്കിയിരുന്ന അടുത്ത കാലത്തൊന്നും നടക്കില്ല, സൂരജ് പറഞ്ഞു. പറ്റിയ ഈ ആഴ്ച തന്നെ ഒന്ന് വന്നിട്ട് പോ. ഞായറാഴ്ച വേണ്ട, എനിക്ക് കുടുംബശ്രീയുടെ 2 പരിപാടികളുണ്ട്. വേറൊരു ദിവസം വരാം. ശരി. കോള് കട്ട് ചെയ്തിട്ട് സുശീല ഒരു നിമിഷം ആലോചനയോടെ ഇരുന്നു. സൂരജ് മോൻ എന്തു പറഞ്ഞു ചേച്ചി? അടുത്തുണ്ടായിരുന്ന രജനി ചോദിച്ചു. അവൾ സന്ധ്യയ്ക്ക് മുമ്പേ സുശീലയുടെ വീട്ടിലെത്തുമായിരുന്നു, രാത്രി കൂട്ടുകിടക്കാൻ. നമ്മുടെ പ്ലാന് നടക്കുമെന്ന് തോന്നുന്നില്ലടി, സുശീല പറഞ്ഞു. അതെന്താ? കല്യാണം കഴിക്കാൻ ഡോക്ടർ കുട്ടിയെ തന്നെ വേണമെന്നാ അവൻ്റെ ആഗ്രഹം. അതിൽ തെറ്റു പറയാനും പറ്റത്തില്ല. 2 പേരും ഡോക്ടർമാരായ ജോലിയുടെ സ്വഭാവം അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ പരിഭവങ്ങളും പിണക്കങ്ങളും കുറയും. അതൊക്കെ ശരിയാ. പക്ഷെ നമ്മുടെ പാർവതി കൊച്ചിനെ കാണുമ്പോൾ മനസ്സിന് മാറ്റം വന്നല്ലോ, പ്രതീക്ഷയോടെ രജനി ചോദിച്ചു. പക്ഷെ എന്ത് പറഞ്ഞ് അവനെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകും? ഞായറാഴ്ച ഒഴിച്ച് ഒരു ദിവസമേ വരാവൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് കൃഷിഭവനില്ലല്ലോ, സുശീല പറഞ്ഞു. സൂരജഭവൻ വരുന്ന അന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ നമുക്ക് ശ്രീ പാർവതി സാറിനോട് പറയാം. അതിനെന്തെങ്കിലും കാരണം കണ്ടുപിടിക്കണം. അവളങ്ങനെ വരുമോ? അഥവാ വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പദ്ധതികൾ പൊളിയില്ലേ? ചേച്ചി ഒന്ന് സമാധാനമായിട്ടിരിക്കും. എന്തെങ്കിലും കാരണം പറഞ്ഞ് സൂരജമോനെ ഞാൻ കൊണ്ടുപോകും കൃഷിഭവനിലേക്ക്. എന്നിട്ട് അവരെ തമ്മിൽ സംസാരിപ്പിക്കും, ആത്മവിശ്വാസത്തോടെ രജനി പറഞ്ഞു. അതുകൊണ്ട് മാത്രമായില്ലല്ലോ, അവനവിടെ ഇഷ്ടപ്പെടണ്ടേ? അമ്മയ്ക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോൻ എതിർപ്പ് പറയുമോ? ഒരിക്കലും ഇല്ല ചേച്ചി. ശ്രീ പാർവതിയും സമ്മതിക്കണമല്ലോ. സുശീലയുടെ ചോദ്യം കേട്ട് രജനി അറിയാതെ ചിരിച്ചുപോയി. സൂരജമോനെ പോലെ യുവ കോമളനായ ഒരു ഡോക്ടറെ ഏതെങ്കിലും ഒരു പെണ്ണ് ഇഷ്ടപ്പെടാതിരിക്കും എൻ്റെ പൊട്ടിച്ചേച്ചി, സുശീല പുഞ്ചിരിച്ചു. പിറ്റേന്ന് ഉച്ചയായപ്പോൾ സൂരജിൻ്റെ വിളി വന്നു. അമ്മേ, നാളെ ഞാൻ വരുന്നുണ്ട്. നാളെ എപ്പോൾ? വൈകുന്നേരം ഇവിടുന്ന് ഇറങ്ങൂ. അവിടെ വരുമ്പോൾ രാത്രിയാകും, 8 മണി അല്ലെങ്കിൽ 9. സുശീലയ്ക്ക് ദേഷ്യം വന്നു. എന്നിട്ട് വെളുപ്പിന് 4 മണിക്ക് തിരിച്ചു പോകും അല്ലേ? ഉറങ്ങാൻ വേണ്ടി മാത്രമായിട്ട് കഷ്ടപ്പെട്ട് നീ ഇവിടം വരെ വരണമെന്നില്ല, സൂരജ് ഒന്ന് ചിരിച്ചു. വെളുപ്പിന് 4 മണിക്ക് പോകില്ല, വൈകുന്നേരം 4 മണിക്ക് വിട്ടാൽ ഞാൻ പോകും, അയാൾ പറഞ്ഞു. അപ്പോൾ മറ്റന്നാൾ പകൽ നീ ഇവിടെ കാണും. സുശീലയ്ക്ക് സന്തോഷമായി. നല്ല കരിമീൻ കിട്ടിയാൽ മേടിക്കണേ, നല്ല മുഴുത്ത മീൻ തന്നെ ആയിക്കോട്ടെ. അമ്മയുടെ അസിസ്റ്റൻ്റ് വിചാരിച്ചാൽ കിട്ടാത്ത മീനൊന്നും ഇല്ലല്ലോ. സൂരജ് അസിസ്റ്റൻ്റ് എന്ന് ഉദ്ദേശിച്ചത് രജനിയാണ്. കിട്ടിയാൽ മേടിക്കാം. വേറെ എന്തെങ്കിലും വേണോ? പൊടിമീൻ കഴിച്ചിട്ട് ഒരുപാട് നാളായി. നമ്മുടെ വെള്ളച്ചൂട, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് പീര പറ്റിച്ചത്, നല്ല ഉണക്ക തേങ്ങയുടെ പീര തന്നെ വേണം. പോട കൊതിയ, സുശീല വാത്സല്യത്തോടെ പറഞ്ഞു.
ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, ഇതൊന്നും കിട്ടിയില്ലെങ്കിലേ നല്ല മത്തി കിട്ടിയ പച്ചക്കുരുമുളക് അരച്ചു പുരട്ടി വറുത്ത് വെച്ചിരുന്നാലും മതി. എന്തായാലും നീ വാടാ, കിട്ടുന്നത് മേടിക്കാം. സുശീല അപ്പോൾ തന്നെ രജനിയെ വിളിച്ച് കാര്യം പറഞ്ഞു. മത്തിയും കരിമീനും കിട്ടും ചേച്ചി, പക്ഷെ വെള്ളച്ചൂട അതെന്നും കിട്ടുന്ന മീനല്ലല്ലോ, അവൾ പറഞ്ഞു. പിന്നെ നീ പറഞ്ഞ കാര്യം, അവനെ കൊണ്ടുവന്ന് ശ്രീപാർവതിയെ കാണിക്കുന്ന കാര്യം സുശീല ഓർമ്മിപ്പിച്ചു. ആ കാര്യം ഞാനേറ്റു, ചേച്ചിയൊന്ന് സമാധാനമായിട്ടിരിക്കും, രജനി പറഞ്ഞു. രജനി പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് സുശീലയ്ക്ക് അറിയായിരുന്നു. എന്തിനും പോംവഴി കണ്ടുപിടിക്കാൻ കഴിവുള്ളവളാണ് അവൾ. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷീവനാണ്. അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ